കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ഉമ്മാൻ്റെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും കൊണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നപ്പം ആ കൺസൾട്ടിങ് റൂം തുറന്ന് കാലെടുത്ത് വെച്ചപ്പോൾ ഡോക്ടർ എഴുന്നേറ്റ് നിന്നിട്ട് ഹായ് റാഫിക, എന്താ സംഭവം, എന്താ ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണ്. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. എന്താ ഇപ്പോൾ ഇത് സ്ഥലം മാറി കയറിയോ, റാഫിക്ക എന്നൊക്കെ വിളിച്ചിട്ട് ഡോക്ടർ വരുന്നു. അപ്പം സംഗതി എന്താണെന്ന് വെച്ചാൽ വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ്. ഡോക്ടർ നല്ല ഫുട്ബോൾ ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണാറുണ്ട്. ആ ഒരു സന്തോഷം അപ്രതീക്ഷിതമായിട്ട് എന്നും സ്ക്രീനിൽ കാണുന്ന ആളെ നേരിട്ട് കണ്ടപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം പ്രകടിപ്പിച്ചാന്ന് അദ്ദേഹം പറഞ്ഞു. ശരിക്കും ഇതാണ് ഈ റാഫ് ടോക്സ് നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്പാദ്യം. പല സ്ഥലങ്ങളിലും വെച്ച് ആളുകൾ വരുന്നു, അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു, സന്തോഷം അവർ പങ്കുവെക്കുന്നു. ഇത് തന്നെയാണ് ഈ 6-7 കൊല്ലം കൊണ്ട് എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ള സമ്പാദ്യം. ഇതിപ്പോൾ എൻ്റെ എന്തെങ്കിലും മഹാ കഴിവാണെന്നോ ഞാൻ മഹാസംഭവമാണെന്നോ എന്നൊന്നുമല്ല. അതൊന്നുമല്ല. എന്നോടുള്ള ഇഷ്ടവും സ്നേഹമൊന്നുമല്ല. ഇത് കളിയോടുള്ള, ഫുട്ബോളിനോടുള്ള, ഈ കായിക വിനോദത്തോടുള്ള ഇഷ്ടമാണ് അവർ പ്രകടിപ്പിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ 11 ലക്ഷം ഫോളോവേഴ്സിലേക്ക് നമ്മുടെ റാഫ് ടോക്സ് യൂട്യൂബ് ചാനൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷം ഒന്ന് നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സെലിബ്രേറ്റ് ഈവൻ സ്മോൾ വിക്ടറീസ് എന്നാണല്ലോ. ചെറിയ വിജയങ്ങൾ പോലും നിങ്ങൾ ആഘോഷിക്കണം എന്നാണ്. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ ഈ കാര്യത്തിൽ ഇത്തിരി പുറകിലാണ്. ഇങ്ങനെ കടന്നു പോകുന്ന മൈൽ സ്റ്റോണുകളൊന്നും നമ്മളങ്ങനെ ആഘോഷിക്കാറില്ല, പറയാറില്ല. പക്ഷെ അത് വേണം എന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ നിങ്ങൾ കാണിക്കുന്ന ഈ കളിയോടുള്ള ഇഷ്ടം സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അത് നിങ്ങളോട് തന്നെ പങ്കുവെക്കലാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ റാഫ് ടോക്ക് മെയിൻ ചാനൽ, യൂട്യൂബ് ചാനൽ 11 ലക്ഷം കടന്ന് മുന്നോട്ട് പോയി. ഇതൊക്കെ ഒരു മഹാസംഭവമാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്കറിയാം മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള നിരവധി മലയാള ചാനലുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ 1.1 മില്യൺ എന്നുള്ളതൊരു മഹാസംഭവമൊന്നുമല്ല. പക്ഷേ സ്പോർട്സ് മേഖലയിൽ ഇത്രയും ഫോളോവേഴ്സിന് കിട്ടുക എന്നുള്ള അത്ര എളുപ്പമല്ല എന്നുള്ളത് ഈ രംഗത്തുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു 60,000 70,000 ഫോളോവേഴ്സൊക്കെ നമുക്ക് കിട്ടിയൊരു സമയത്ത് ആളുകൾ വന്നിട്ട് പറയാറുണ്ടായിരുന്നു, നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, ഇനിയിപ്പോൾ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇനി മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. 1 ലക്ഷമൊക്കെ ആയപ്പോൾ ഞങ്ങൾ തന്നെ, അതായത് എൻ്റെ ടീമിലുള്ള സുഹൃത്തുക്കൾ തന്നെ പരസ്പരം പറയാറുണ്ടായിരുന്നു, ഇനി വലിയ ഭാവിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ നിന്നാണ് പിന്നെ 500Kയും 10 ലക്ഷവും ഈ 11 ലക്ഷത്തിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടെ നിന്ന് എല്ലാവരോടും വല്ലാത്തൊരു നന്ദി, ഹൃദയത്തിൻ്റെ അടിത്തട്ടെന്ന് പറയുകയാണ്. ഈ സ്നേഹവും ഈ നിങ്ങൾ കാണിക്കുന്ന ഈ പിന്തുണയൊക്കെ എനിക്കുള്ളതെല്ലാം എന്നറിയാം. അത് ഈ കളിയോടുള്ളതാണ്. അത് തുടർന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ റാഫ് ടോക്ക് ഫാമിലിയിൽ കളിയൊക്കെ സംസാരിച്ച് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകണം.